എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ഹൈപ്പ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേരോടുകൂടി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ്? ഉത്തരം 1947 ആഗസ്റ്റ് 15. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ഉത്തരം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് നടന്നത്. ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കി പഠിക്കാം. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ബോംബെയിൽ രൂപീകരിക്കുമ്പോൾ ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചിരുന്നത് WC ബാനർജി അഥവാ ഉമേഷ് ചന്ദ്ര ബാനർജി ആയിരുന്നു. അന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 72 പ്രതിനിധികളാണ് ഈ ഒരു സമ്മേളനത്തിനായിട്ട് പങ്കെടുത്തത്. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു സമ്മേളനം പൂനെയിലായിരുന്നു നടത്താൻ നിശ്ചയിച്ചിരുന്നത്. പക്ഷെ പൂനെയിൽ പ്ലേഗ് രോഗബാധയെ തുടർന്ന് ഈ ഒരു സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചതാര്? ഉത്തരം ബാലഗംഗാധര തിലക്. ബംഗാൾ വിഭജനം നടത്തിയ വർഷം എന്നായിരുന്നു? ഉത്തരം 1905 ജൂലൈ 20. ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കാം. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമതായിട്ട് നിലവിൽ വന്നത് എന്നാണ്, അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം, മാസം, തീയതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു ആയിരുന്നു. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 ഹർഡിജ് പ്രഭുവാണ് എന്നുകൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇത്രയും കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1905 ഓഗസ്റ്റ് 7 കൽക്കട്ടയിൽ വച്ച്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിച്ച് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപവൽക്കരിച്ചത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയതിനെ തുടർന്നായിരുന്നു. അപ്പോൾ ഇതിന് എതിരെയായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം എന്ത് ചെയ്തത്, അരങ്ങേറിയത്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതായിരുന്നു: വിദേശ സാധനങ്ങൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുക, മാത്രമല്ല തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം എന്നുകൂടി എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തോട് അനുബന്ധിച്ച് കൂട്ടുകാർ പഠിക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ.
ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം എന്നായിരുന്നു? ഉത്തരം 1915 ജനുവരി 9. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കി പഠിക്കാം. സ്ഥലം എന്ന് പറയുന്നത് ബോംബെയിലായിരുന്നു. അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ബോംബെയിലായിരുന്നു, ഇന്നത്തെ മുംബൈ. ബോംബെ തുറമുഖത്താണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹം ഏകദേശം 21 വർഷത്തോളമാണ് ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചിരുന്നത്. തൻ്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയുടെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയത് എന്നുകൂടി എന്ത് ചെയ്യുക, ഈ ഒരു ചോദ്യത്തോട് അനുബന്ധിച്ച് കൂട്ടുകാർ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യവും നമ്മൾ പഠിച്ചു. മാത്രമല്ല ഈ ഒരു ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിച്ചാൽ ഇവിടെ നിന്നുള്ള എല്ലാ കാര്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരം ഏത്? ഉത്തരം 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഈ സമരം നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്ന്? ഉത്തരം 1919 ഏപ്രിൽ 13. എവിടെ വച്ചാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ഉത്തരം പഞ്ചാബിലെ അമൃതസറിൽ വച്ച്. എന്തായിരുന്നു കാരണം? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാനിടയായിട്ടുള്ള പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റൗലറ്റ് നിയമത്തിനെതിരെയും നേതാക്കളായിട്ടുള്ള ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ എന്നിവരുടെ അറസ്റ്റിനെതിരെയും പ്രതിഷേധിക്കാൻ ജനങ്ങൾ പഞ്ചാബിലെ അമൃതസറിൽ ഒത്തുകൂടി. മാത്രമല്ല സിഖുകാരുടെ വിളവെടുപ്പ് ഉത്സവമായ വൈശാലി ദിനത്തിലായിരുന്നു ഒത്തുകൂടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർപദവി നിഷേധിച്ചത് ആരായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു? ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പിന്തുണച്ച ലഫ്റ്റനന്റ് ഗവർണർ ആയ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊന്നത് ആര്? ഉത്തരം ഉദ്ധം സിംഗ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? ഉത്തരം സി രാജഗോപാലാചാരി. ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം എന്ന്? ഉത്തരം 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു. ഭഗത് സിംഗ്, രജ്ഗുരു, സുഖദേവ് എന്നിവരെ തൂക്കിലേറ്റിയ വർഷം എന്നായിരുന്നു? ഉത്തരം 1931 മാർച്ച് 23. ഗാന്ധി ഇർവിൻ കരാർ ഒപ്പുവച്ച വർഷം എന്ന്? ഉത്തരം 1931 മാർച്ച് 5. ലാൽ ബാൽ പാൽ എന്ന് വിളിക്കുന്നത് ആരെയൊക്കെയാണ്? ഉത്തരം ലാല ലജപത് റായ്, ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലമന്റ് ആറ്റ്ലി.
വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന നഗരം ഏത്? ഉത്തരം ലണ്ടനിൽ വച്ച്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഇടയായ സംഭവം ഏത്? ഉത്തരം 1922 നടന്ന ചൗരി ചൗര സംഭവം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കൂട്ടുകാർ പേരോടുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഒരുപാട് കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.